നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നും സഭ കൂടിയപ്പോൾ വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കാണ് വേദിയായിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. സ്പീക്കറുടെ ഡയസിലേക്ക് അടക്കം കയറിക്കൊണ്ട് പ്രതിപക്ഷം കനത്ത പ്രതിഷേധം തന്നെയാണ് ഇന്നലെ നടത്തിയത്. ഇന്നും അതുതന്നെയാണ് അവസ്ഥ. ഇന്ന് ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഗതാഗത മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാറിനെ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ വെച്ച് തന്നെ തിരുത്തിയിരിക്കുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെ നിയമസഭയിൽ പരസ്യമായി തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. KSRTCയുടെ റൂട്ടുകൾ സംബന്ധിച്ചുള്ള നയത്തിലാണ് മുഖ്യമന്ത്രി വിയോജിപ്പ് അറിയിച്ചത്. പിന്നാലെ മന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. KSRTC നഷ്ടത്തിൽ ഓടിയിരുന്നതിന്റെ രഹസ്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗണേഷ് കുമാർ തുടങ്ങിയത്. പ്രൈവറ്റ് ബസ്സിന്റെ മുന്നിൽ കയറി ഓടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു KSRTCക്ക്. പ്രൈവറ്റ് ബസ്സുകൾ പുതിയ ബസ്സുകളായിരിക്കും. അവർ മത്സരിച്ച് ഓടാൻ തയ്യാറാണ്. നമ്മുടെ ഡ്രൈവർമാർ അതിന് തയ്യാറല്ല. ഞാൻ മന്ത്രിയായി വന്നപ്പോൾ ആദ്യം തന്നെ ഒരു പോളിസി ഉണ്ടാക്കി. പ്രൈവറ്റ് ബസ്സിന്റെ തലയ്ക്കൽ ഓടുന്ന പരിപാടി നിർത്താം. അവരുടേത് ഒരു ബിസിനസ്സാണ്. അവർ നികുതി അടയ്ക്കുന്നവരാണ്. അവർ അത് നടത്തട്ടെ. നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മലയോര മേഖലകളിലടക്കം സർവീസ് നടത്തിയപ്പോൾ അവിടെ കളക്ഷൻ വർദ്ധിച്ചു. അനാരോഗ്യകരമായ മത്സരത്തിന് പോകേണ്ട എന്ന തീരുമാനമാണ് കളക്ഷൻ വർദ്ധിച്ചതിന്റെ രഹസ്യം. അവരും ബസ് ഓടിക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, ടാക്സ് അടയ്ക്കുന്നു. നമ്മളൊരു സൈഡിലൂടെ മുന്നേറുന്നു. പ്രൈവറ്റ് ബസ്സുകളോ KSRTCയോ പോകാത്ത റൂട്ടുകളിലേക്ക് നമ്മൾ മാറിയെന്നും മന്ത്രി പറഞ്ഞു. ഇത്രയും ഗതാഗത മന്ത്രി പറഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഇടപെട്ടത്. പ്രൈവറ്റ് ബസ് ഓടുന്ന സ്ഥലത്ത് KSRTC ബസ് ഓടാതിരിക്കുക എന്നത് മന്ത്രി ഒരു നയമായി പറഞ്ഞതായി തോന്നി. അങ്ങനെ വന്നാൽ അത് വലിയ പ്രയാസമുണ്ടാകും. അനാരോഗ്യകരമായ മത്സരം പാടില്ല എന്നത് ശരിയാണ്, അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ കേരളത്തിൽ പ്രൈവറ്റ് ബസ് ഓടുന്ന റൂട്ടുകളിലും KSRTC ബസ് ഓടുന്നുണ്ട്. അവിടെ നിന്നെല്ലാം KSRTC ബസ് പിൻവലിക്കുക എന്ന നയം നമ്മുടെ സർക്കാരിനെ സ്വീകരിക്കാനാകില്ല. ആ തരത്തിലേക്ക് പോയാൽ വിഷമമായി മാറും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ ഇതിനും മറുപടി മന്ത്രി ഗണേഷ് കുമാർ നൽകിയിരുന്നു. താൻ പറഞ്ഞതിന്റെ അർത്ഥം പ്രൈവറ്റ് ബസ് ഓടുന്ന എല്ലാ സ്ഥലത്തു നിന്നും മാറിക്കൊടുക്കണം എന്നല്ല എന്നും മന്ത്രി വിശദീകരിച്ചു. അങ്ങനെ മാറിക്കൊടുക്കില്ല. പ്രൈവറ്റ് ബസിന്റെ കുത്തക തകർത്താണ് KSRTC മുന്നേറുന്നത്. ബംഗളൂരു റൂട്ടിലൊക്കെ പ്രൈവറ്റ് ബസ്സിനേക്കാൾ കളക്ഷനാണ് നമുക്കുള്ളതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രൈവറ്റ് ബസ് ഓടുന്ന ഇടങ്ങളിലെല്ലാം KSRTC ഓടുന്നുണ്ട്. തീരെ വണ്ടിയില്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടികൾ ഓടിച്ചപ്പോൾ കൂടുതൽ കളക്ഷൻ ലഭിച്ചുവെന്നാണ് പറഞ്ഞത്. മത്സരത്തിൽ പിടിച്ചു നൽകാനാകാത്തത് കൊണ്ടാണ് മുൻപ് നഷ്ടം നേരിട്ടത്. എല്ലാ സ്ഥലത്തു നിന്ന് മാറിക്കൊടുക്കുമെന്നല്ല പറഞ്ഞത്. പ്രൈവറ്റ് ബസ്സുകളുടെ കുത്തക തകർത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നേറുന്നതെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും KSRTC ഇപ്പോൾ മുൻപുണ്ടായിരുന്നേക്കാൾ അല്പം കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ജനങ്ങളടക്കം വിലയിരുത്തുന്നത്. പണ്ട് വലിയ രീതിയിൽ തന്നെ ബസ്സിലെ KSRTC ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് സമരങ്ങളൊക്കെ തന്നെ ഉണ്ടായി. പക്ഷെ ഇപ്പോൾ അതിലൊരു മാറ്റം മന്ത്രി ഗണേഷ് കുമാർ വന്നപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. വലിയ പരിഷ്കാരങ്ങളൊക്കെ തന്നെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ ജനം ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാം. അതേസമയം തന്നെ ഇന്ന് സഭയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നും സഭ പ്രക്ഷുബ്ധം തന്നെയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ സോണിയാഗാന്ധിയുടെ പേര് വലിച്ചിഴയ്ക്കുന്നുവെന്ന് പറഞ്ഞ് പ്രതിപക്ഷവും കോൺഗ്രസ്സാണ് സോണിയയെ അധിക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞ് ഭരണപക്ഷവും സഭയിൽ ഇന്ന് കൊമ്പ് കോർത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിയെ ലക്ഷ്യം വെക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. സോണിയാഗാന്ധി അധിക്ഷേപിക്കുന്നത് കോൺഗ്രസ് തന്നെയാണെന്നും സോണിയെ തെരുവിലിട്ട് ചെണ്ട കൊട്ടുന്നത് പോലെ കൊട്ടാനുള്ള അവസരം കൊടുക്കുന്നത് പ്രതിപക്ഷമാണെന്നും മന്ത്രി P രാജീവ് ആരോപിച്ചു. പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷവും പ്ലക്കാർഡുകൾ ഉയർത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്കും അടൂർ പ്രകാശിനുമൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് ഭരണപക്ഷ അംഗങ്ങൾ ഉയർത്തിക്കാട്ടിയത്. പോറ്റി മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പ്രതിപക്ഷവും ഉയർത്തി. പ്ലക്കാർഡുകളുമായി സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തിയ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയി. മുഖ്യമന്ത്രി വാച്ചൻവാടിനെ വടികൊണ്ട് അടിച്ചുവെന്ന തെറ്റായ പ്രസ്താവന പിൻവലിക്കണമെന്നും സഭയിൽ കോപ്രായം കാണിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും VD സതീശൻ പറഞ്ഞു. നിയമസഭയിൽ ബാനർ ഉയർത്തുന്നത് ഇതാദ്യമായല്ലെന്നും പ്രതിഷേധിച്ച് മൈക്ക് കിട്ടുമ്പോൾ മന്ത്രിമാർ സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ആക്ഷേപിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊന്നും അംഗീകരിക്കാനാവില്ലെന്നും നിസ്സഹകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്.
വചൻവാടിനെ കമ്പി കൊണ്ട് അടിച്ചയാളുടെ പേര് താൻ പറയാമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന് സ്പീക്കർ എൻ ഷംസീർ നൽകിയ മറുപടി. പേര് പറഞ്ഞാൽ ആ അംഗത്തിന് കൂടി മോശമാകും എന്നതുകൊണ്ടാണ് പറയാത്തതെന്നും ബാനർ കെട്ടിയ കമ്പുകൊണ്ടാണ് തല്ലിയതെന്നും അദ്ദേഹം പറഞ്ഞു. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ ആരാണ് അന്ധനാക്കിയത് എന്നാണ് തനിക്ക് മനസ്സിലാവാത്തത് എന്നാണ് MP രാജേഷ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിനെ ആരാണ് അന്ധനാക്കിയത്? ഗാന്ധാരിയെ പോലെ അദ്ദേഹം സ്വയം കണ്ണുകെട്ടി. ഇന്നലെ ഇവിടെ നടന്നത് മുഴുവൻ ന്യായീകരിക്കുകയാണ് അദ്ദേഹം. എങ്ങനെയാണ് അദ്ദേഹത്തിന് സ്വയം ന്യായീകരിച്ച് പരിഹാസ്യനാകാൻ കഴിയുന്നത്? അവിടെ ചാടിക്കയറിയ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ. ആ ചാടിക്കയറിയ അംഗം ഹൈജമ്പിന് പോയിരുന്നുവെങ്കിൽ നാടിന് വല്ല ഗുണവും ഉണ്ടാകുമായിരുന്നു. 2 അംഗങ്ങളാണ് ചാടിക്കയറിയത്. അതിലൊരാൾ നിയമജ്ഞനാണ്. നിയമപരമായ ചാട്ടമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും എന്ത് ആക്ഷേപമാണ് നടത്തിയത്? BBG റാംജി ബിൽ പാസാക്കിയ ശേഷം പ്രധാനമന്ത്രിയുടെ കൂടെ പ്രിയങ്ക ഗാന്ധി ചായ കുടിച്ചതാണോ ആക്ഷേപം? അത് പറഞ്ഞതാണോ ആക്ഷേപം? ഉള്ള കാര്യമേ പറഞ്ഞുള്ളൂ. ഞാൻ അടക്കമുള്ള മന്ത്രിമാർ ഇന്നലെ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു വാക്ക് ഉചിതമല്ലാത്തത് ഉണ്ടായിട്ടുണ്ടോ എന്നും MP രാജേഷ് പറഞ്ഞു. സോണിയാഗാന്ധി അധിക്ഷേപിക്കാൻ ആരും ശ്രമിക്കുന്നില്ലെന്നും ബഹുമാനിയായ സോണിയാഗാന്ധിയെ തെരുവിലിട്ട് ചെണ്ട കൊട്ടും പോലെ കൊട്ടാനുള്ള അവസരം കൊടുക്കുന്നതും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവുമാണെന്നും P രാജീവ് പറഞ്ഞു. സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയ ആളും മൂന്നാമത്തെ ആളും ഒന്നിച്ച് 2 തവണ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്നു. ആര് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റി തിളക്കമുണ്ടാകും. സോണിയാഗാന്ധിയെ പോലെ ഇത്രയധികം സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ കയ്യിൽ സ്വർണത്തിന്റെ ഏലസ് സ്വർണം മോഷ്ടിച്ച ആൾക്ക് സ്വർണം വാങ്ങിയ ആളുടെ സാന്നിധ്യത്തിൽ കെട്ടാൻ അവസരം ഒരുക്കിയതും ആരാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയാൽ സോണിയാഗാന്ധിക്ക് അതിന്റെ 10 മാറ്റിന്റെ തിളക്കമുണ്ടാകുമെന്നാണ് P രാജീവ് പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന് എല്ലാവരോടും പുച്ഛമാണെന്നാണ് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞത്. കനകോലുവിന്റെ അഭിപ്രായമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നതെന്നും 3ാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്നതിൽ സംശയമില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സ്വർണ്ണക്കൊള്ള ഇന്നും ഒരു വിഷയമായിട്ടുണ്ട് സഭയിൽ. കൃത്യമായി തന്നെ അതിന് ഓരോ ദിവസവും ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ തന്നെയാണ് മനഃപൂർവ്വ പ്രതിപക്ഷം ഈ ഒരു വിഷയം ഉയർത്തുന്നത്. എന്നാൽ പ്രതിപക്ഷത്തെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് പോറ്റി സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രത്തിനെ കുറിച്ചിട്ടുള്ള അതിന് പിന്നിലുള്ള കാര്യം വ്യക്തമാക്കണമെന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തുള്ള മന്ത്രിമാരൊക്കെ തന്നെ രംഗത്ത് വരുന്നത്. കൃത്യമായി തന്നെ പുറത്തും ഈ ഒരു വിഷയത്തിൽ പല പ്രതിഷേധങ്ങളും ആളിക്കത്തുകയാണ്. കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഓരോ പ്രതികളായിട്ട് പുറത്തു വരുന്ന അവസ്ഥയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നും പലരുടെയും ജാമ്യ ഹർജി കോടതി പരിഗണിക്കും. കഴിഞ്ഞ ദിവസം കോടതി പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചു പേർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ അവസ്ഥ എന്താകും? ഈ പറഞ്ഞതുപോലെ പലരും ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകളോടൊപ്പം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പോറ്റി അടക്കം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉന്നതരായിട്ടുള്ള പോറ്റിയുടെ പിടിപാടുകളും ബന്ധങ്ങളും അത് മുൻപും ചർച്ചയായിട്ടുണ്ട്. ഇനി പോറ്റി പുറത്തിറങ്ങിയാൽ ആദ്യം അറസ്റ്റിലായത് പോറ്റിയാണ്. പോറ്റി പുറത്തിറങ്ങിയാൽ അത് SITക്ക് അടക്കം വലിയ നാണക്കേടാകും. കാരണം ഏറ്റവും ആദ്യം അറസ്റ്റ് ചെയ്തത് പോറ്റിയാണ്. കൃത്യമായിട്ട് വിശ്വാസികളെ പറ്റിച്ചുകൊണ്ട് ശബരിമലയിൽ ഇത്രയും കാലം അവിടെ ഇരുന്നു കൊണ്ട് അവിടെ നിന്ന് ഓരോന്നോരോന്നായി അടിച്ചു മാറ്റിയിട്ടുള്ള പലരെയും കൂട്ടുപിടിച്ചിട്ടുള്ള വലിയൊരു കൊള്ളയ്ക്കാണ് പോറ്റിയുടെ നേതൃത്വത്തിൽ ചുക്കാൻ പിടിച്ചത്. ഇതിന് പിന്നാലെ തന്നെ ഓരോരുത്തരും കുടുങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പോറ്റിയുടെ കേസിൽ ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പോറ്റിക്കും വളരെ വേഗത്തിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ പോറ്റിയും അധികം വൈകാതെ ജയിലിന് പുറത്തേക്ക് ഇറങ്ങും. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് വലിയ ഒരു അടി തന്നെയായിരിക്കും CPMന് ഉണ്ടാകാൻ പോകുന്നത്. അതോ SIT അന്വേഷണം വീണ്ടും തുടക്കത്തിൽ ആവേശം ഇപ്പോഴും കാണിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തുകയുള്ളൂ. ഇതിപ്പോൾ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നിലച്ച അവസ്ഥയിലാണ് അന്വേഷണത്തിന്റെ ഒരു ഒഴുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്.